ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന പച്ചമാങ്ങ തമ്പുളീൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ പച്ചമാങ്ങ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി നമ്മളിത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകമൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 പച്ചമുളകാണ് നമ്മളെടുത്തത്. അറ്റം ഒന്ന് പിളർന്നിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. അപ്പോൾ പച്ചമുളകൊക്കെ നല്ലോണം ഒന്ന് വാടി വരുന്ന സമയം നമ്മളത് ഫ്ലെയിം ഓഫാക്കിയിട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് പച്ചമാങ്ങ, അതുപോലെ ഒരു 1/4 കപ്പ് തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ ഒരു പച്ചമുളകും ജീരകവും ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അതിനുശേഷം അത് നമുക്കിത് ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യാനുസരണം വെള്ളം ചേർത്തിട്ട് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഒരു ഒഴിച്ച് കറിയാകുമ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർക്കുക. അതുപോലെ തന്നെ ഒഴിച്ച് കറിയായിട്ട് മാത്രമല്ല, നമ്മളിത് നല്ല ചൂട് കാലത്തൊക്കെ സംഭാരം പോലെ നല്ല ലൂസാക്കിയിട്ടും ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഒഴിച്ച് കറിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇത് ഇത്രയും അളവിലാണ് ലൂസാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമാങ്ങയുടെ ഒരു പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ ചേർത്തതാണ്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ 1-2 കായ്മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല. മുളക് പൊടിക്ക് പകരമാണ് പച്ചമുളക് നേരത്തെ ചേർത്ത് അരച്ചത്. അപ്പോൾ ഇതിലേക്കൊന്ന് താളിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ കാണാൻ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലൊരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഒരു 2-3 ദിവസമൊക്കെ ഇത് നിൽക്കുകയും ചെയ്യും. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. അപ്പോൾ റെസിപ്പി ഇഷ്ടമായി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.